ഇവിടെ ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ് BJP. 44 സീറ്റുകളിലേക്കാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. സെപ്റ്റംബർ 18-നാണ് ജമ്മു കാശ്മീരിലെ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ്. വിവരങ്ങളുമായി നോബൽ മാരിക്കാരൻ ചേരുന്നു. നോബൽ മാരിക്കാരൻ, ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി അടക്കമുള്ള വിഷയങ്ങൾ, ആർട്ടിക്കിൾ 370 സ്ക്രാപ്പ് ചെയ്തതടക്കമുള്ള വിഷയങ്ങൾ നിലവിലിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആയിരിക്കുമല്ലോ ഈ വിധിയെഴുത്ത്. സ്വാഭാവികമായും കരുത്തരെ തന്നെയാണോ കളത്തിലിറക്കിയിരിക്കുന്നത്? അരുൺ, ജമ്മു കാശ്മീരെ സംബന്ധിച്ചിടത്തോളം ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെ BJP ഈ ഘട്ടത്തിൽ നടത്തിയിരിക്കുന്നത്. ആദ്യഘട്ട പട്ടികയിൽ 44 സ്ഥാനാർത്ഥികളാണ് ഇടം പിടിച്ചിരിക്കുന്നത്. 3 ഘട്ടമായാണ് ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ടത്തിലെ 24 മണ്ഡലങ്ങൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതിലേക്ക് ആദ്യഘട്ടത്തിലേക്ക് 15 സ്ഥാനാർത്ഥികളെയും രണ്ടാം ഘട്ടത്തിലെ 10 സ്ഥാനാർത്ഥികളെയും മൂന്നാം ഘട്ടത്തിലെ 19 സ്ഥാനാർത്ഥികളെയുമാണ് ഇപ്പോൾ BJP എന്താണെങ്കിലും പ്രഖ്യാപിച്ചിരിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ജമ്മു കാശ്മീരിൽ വലിയ പ്രതീക്ഷയാണ് പാർട്ടിക്ക് ഉള്ളത്. ഒറ്റയ്ക്കാണ് അവിടെ മത്സരിക്കുന്നത്. ജമ്മു താഴ്വര, ജമ്മു മേഖലയിൽ വലിയ സ്വാധീനം പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ജമ്മു പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് BJPയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. കശ്മീരിലേക്ക് എത്തുമ്പോൾ അവിടെ സ്വാധീനം അല്പം കുറവുണ്ടെങ്കിലും സ്വതന്ത്ര ഉൾപ്പെടെ അവിടെ പരിഗണിക്കാനുള്ള നീക്കവും BJPയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പങ്കെടുത്ത BJPയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് ആദ്യഘട്ട പട്ടികയ്ക്ക് എന്താണെങ്കിലും രൂപം നൽകിയിരിക്കുന്നത്. ഈ ആദ്യഘട്ട പട്ടികയിലെ പേരുകൾ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ അർഷിദ് ഭട്ട് രാജ്പുരയിൽ നിന്നും, അതോടൊപ്പം തന്നെ ജാവേദ് അഹമ്മദ് ഖുറേഷി ഷോപ്പിയാനിൽ നിന്നുമൊക്കെ മത്സരിക്കുന്നു. അത്തരത്തിൽ പ്രമുഖരായ BJPയുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ BJPയുമായി അടുത്ത് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥികൾ ആക്കിയിരിക്കുന്നത് എന്നാണ് ഈ പട്ടികയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇന്നലെ ആം ആദ്മി പാർട്ടി അവരുടെ 7 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഗുലാം നബി ആസാദ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നും 13 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. കോൺഗ്രസിൻ്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയും ഇന്ന് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 24 മണ്ഡലങ്ങളിലേക്ക് നാളെയാണ് നാമനിർദ്ദേശപത്രം സമർപ്പിക്കാനുള്ള അവസാന തീയതി. അതുകൊണ്ട് തന്നെ കോൺഗ്രസും കഴിഞ്ഞ ദിവസം യോഗം ചേർന്നുകൊണ്ട് ആദ്യഘട്ട പട്ടികയ്ക്ക് രൂപം നൽകിയിരുന്നു. ആ പട്ടിക ഇന്ന് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും വാശിയേറിയ മത്സരമായിരിക്കും ജമ്മു കാശ്മീർ നടക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒറ്റയ്ക്ക് BJP മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും അവിടെ സഖ്യമായി മത്സരിക്കുന്നു. PDP അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. ആം ആദ്മി പാർട്ടി, അതോടൊപ്പം തന്നെ ഗുലാം നബി ആസാദിൻ്റെ പ്രോഗ്രസീവ് പാർട്ടി അടക്കമുള്ള പാർട്ടികൾ, പ്രോഗ്രസീവ് ആസാദ് പാർട്ടി അടക്കമുള്ള പാർട്ടികൾ അവിടെ അവരുടെ നിലയ്ക്ക് മത്സരിക്കുന്നു. എന്താണെങ്കിലും വാശിയേറിയ മത്സരം. ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ആര് അധികാരം പിടിക്കും എന്നാണ് ഇനിയിപ്പോൾ കണ്ടറിയാനുള്ള. വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം സംസ്ഥാനത്ത് സജീവമാകും. ഹരിയാനയിലെയും സ്ഥാനാർത്ഥി പട്ടികകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അരുൺ. നോബൽ മാരിക്കാരനാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.